ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നുള്ളൂ, ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് സേറ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് സ്കാം ആണോ അതോ ലെജിറ്റ് ആണോ, ഇല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ, ഇതിൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോഴും റിട്ടേൺ കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ പുതിയതായിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ടുകളാണ്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരു ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ന്യൂസിൽ ഈ ഒരു പ്രൊജക്റ്റ് വന്ന് എൻ്റർ ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100%മായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്ര കാലം എന്തൊക്കെയാണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങളുടെ സ്കാം പ്രൊജക്റ്റുകളിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന അല്ലെങ്കിൽ അത് റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റെഡ് ഫ്ലാഗ് പറയുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഞാൻ എടുത്തു നോക്കി. അപ്പം നല്ല സൈഡ് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് പറയണ്ടേ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പം സേറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഒരുപാട് ഇല്ലെങ്കിൽ ലുസേറ ഇല്ലെങ്കിൽ എന്താണ് ലുസേറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊണൗൺസിയേഷനും അതേപോലെ തന്നെ ഈ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ലുസേറ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ലുസേറ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും ഉണ്ട്, ഇല്ലെങ്കിൽ സേറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഈ ഇടയിൽ തെറ്റാൻ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എന്തായാലും ഇവിടെ എഴുതി കാണിച്ചു തരാം. അപ്പം സേറ ഒരു പ്രൊജക്റ്റാണ്, ഇല്ലെങ്കിൽ വേറൊരു പ്രൊജക്റ്റാണ്. സേറോ ഡയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതേപോലെ തന്നെ ലെക്സൂറ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും ഉണ്ട്. അപ്പം രണ്ടും വേറെ വേറെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ ഒരു 8 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ലെക്സേറ എന്ന് പറഞ്ഞിട്ടുള്ള ലുക്സേറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഈ ഒരു തംബ്നെയിലിൽ ഇട്ടു. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഒരു ലെക്സോറ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊജക്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ മെറ്റാഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ ഒരു പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യും. ആ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ഇപ്പൊ അവർ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊജക്റ്റ് നല്ല രീതിയിൽ വരുമോ, ഒരുപാട് ആൾക്കാരുടെ പൈസ പോവുകയും ചെയ്തപ്പോൾ ആ ഒരു പ്രൊജക്റ്റിന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ആൾ ചെയ്തത്. അപ്പോൾ ആളിന് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആൾ എന്ത് ചെയ്യും, ആളുടെ ഡൗട്ടും അതേപോലെയുള്ള ഈ ഒരു പൈസ പ്രൊമോഷൻ കാശ് കിട്ടിയ കാരണം ആളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ പൈസയാണ് ആളുടെ ഇൻകം. ആൾക്ക് ആ ഒരു ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള ആൾക്കാരിനെ ഒരുപാട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് വേണം ഓരോ പ്രൊജക്റ്റിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും മറ്റുള്ള ആൾക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അനസിനെ പറ്റി നമ്മൾ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത ആളെല്ലാം പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പില്ല, ലെക്സൂറ ക്യാപിറ്റലിന്റെ വീഡിയോ ആയിരുന്നു. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ഈ ഒരു സേറ ടോക്കണെ പറ്റി ഒരുപാട് ആൾക്കാർ ആ വീഡിയോന്റെ താഴെ വന്ന് കമന്റ് പറയുന്നത് ഇത് നല്ല പ്രൊജക്റ്റ് ആണോ നല്ല പ്രൊജക്റ്റ് ആണോ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റിലേക്കാണ് ഇത് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതൊരു MLM സ്കീമാണ്. അപ്പോൾ MLM സ്കീമിൽ ഒരുപാട് നമുക്ക് റിസ്കുകൾ ഉണ്ട്. എന്തൊക്കെയാണ് റിസ്കുകൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രൊജക്റ്റ് എപ്പോഴാണ് നമുക്ക് ഒരു ആൾക്കാർ ചേരാതാവും ഇല്ലെങ്കിൽ അവരുടെ കമ്പനീസ് ആയിട്ട് നല്ല എഫേർട്ട് ഇല്ലാതാവും, അവർ പറഞ്ഞിട്ടുള്ള വിഷൻ ഒന്നും ഇവർ കംപ്ലീറ്റ് ചെയ്യാതെ ആവുമ്പോഴാണ് ഓരോ പ്രൊജക്റ്റും തകർന്നുകൊണ്ട് വരുന്നത്. അതേപോലെ തന്നെ ഇല്ലെങ്കിൽ ഇവരൊരു ടാർഗറ്റ് ആൾറെഡി തന്നെ സ്കാം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ ഈ ഒരു ടാർഗറ്റ് എമൗണ്ട് ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഫുൾ എടുത്തിട്ട് മുങ്ങിക്കളയുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇത്രത്തോളം പേടി എന്നുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട്. അപ്പോൾ സേറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം MLM സ്കീമാണ്. നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻകം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾ വിശ്വസിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ഗ്യാരണ്ടി ചെയ്യുന്ന പ്രൊജക്റ്റാണ്. 2025 വന്നു ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് തൊട്ട് വന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റ് വളരെയധികം വാല്യൂലേക്ക് ഇന്ന് വരെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ചാർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലും ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്കിപ്പോൾ ഒരുപാട് എനിക്ക് റെഡ് ഫ്ലാഗ് കാണണം എന്ന് പറഞ്ഞാൽ ഒരുപാട് റെഡ് ഫ്ലാഗ് ഒന്നും കാണുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കമ്പനി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ MLM സ്കീം ആയതുകൊണ്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ലിമിറ്റ് ഉള്ള കാരണം ഈ ഒരു കമ്പനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് നിർത്തി പോകാനും ഈ ഒരു ടോക്കണിന്റെ വാല്യൂ കുറയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ അത് പിങ്ക് ലോക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഇതിന്റെ ഒരു ഡാറ്റയിൽ അല്ലെങ്കിൽ ഇതിന്റെ പേജിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈലി ആയിട്ടുള്ള ഏതൊരു ഇൻകം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ അതിലൊന്നും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. ഇല്ലെങ്കിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിന്റെ വിത്തിൻ സ്റ്റാർട്ട് തൊട്ട് ഇല്ലെങ്കിൽ എവിടെയാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആയത്
അന്ന് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കാം. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു കോയിന് വാല്യൂ ഒക്കെ കൂടുമ്പോൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ കിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു എന്താണ് സേറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു കോയിന്റെ നമുക്ക് അതിന്റെ ചാർട്ടിലേക്ക് പോവാം. അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് നല്ലത് ചീത്ത എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സേറ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് പേജിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവൈഡഡ് ബൈ ബിനാൻസ് സ്മാർട്ട് ചെയിൻ, ഈ ഒരു ബിനാൻസ് BSC നെറ്റ്വർക്കിലാണ് ഈ ഒരു ടോക്കൺ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ടോക്കണിൻ്റെ പേര് സേറ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പേപ്പറിൽ അവർ പറയുന്നുണ്ട് ഓഗസ്റ്റ് 2025 മുതൽ 2029 വരെയുള്ള കറക്റ്റായിട്ടുള്ള വിഷൻ ഞങ്ങളുടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടോക്കണോമിക്സ് അവർ പറഞ്ഞിട്ടുണ്ട് 31 മില്യൺ ആണ് ടോട്ടൽ സപ്ലൈ, അതിൽ 56.67% കമ്മ്യൂണിറ്റിക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 33% ബേൺ വാലറ്റിൽ ാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ 8% ഫൗണ്ടർ ടീമിനും 2% ടെക്നിക്കൽ ടീമിലുമാണ് ഇവർ ഇല്ലെങ്കിൽ എന്താണ് ടോക്കണോമിക്സിൽ പറഞ്ഞിട്ടുള്ളത്, ഇല്ലെങ്കിൽ അവർക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ മിഷൻ ആൻഡ് വിഷൻ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ സേറ എംപവേഴ്സ് കൺസ്യൂമേഴ്സ് ടു സേവ് മോർ, സ്പെൻഡ് സ്മാർട്ടർ ആൻഡ് ഈവൻ ദോ ഡെഫി ഇറ്റ് ബ്രിഡ്ജസ് ആൻഡ് റിയൽ വേൾഡ് എക്കണോമി വിത്ത് ദ ക്രിപ്റ്റോ എക്കോസിസ്റ്റം ഫോർ സീംലെസ് ഗ്ലോബൽ റിവാർഡ് സേറ ബിൽഡ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ്റെ വിഷനും കുഴപ്പമൊന്നുമില്ല, പുതിയ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും, അതേപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും, അതേപോലെ തന്നെ നമുക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരും, ഇതിനൊരു യൂട്ടിലിറ്റി കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഏതൊരു പ്രൊജക്റ്റ് പറയുന്ന പോലെ അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് നമുക്ക് ഒരിക്കലും പബ്ലിക്കലി ആയിട്ട് അവർ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഇല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റിലും അങ്ങനെ ഒരു പബ്ലിക്കലി ആയിട്ട് ഇവൻ്റെ ഫൗണ്ടേഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വിടില്ല. ഇവൻ്റെ കമ്പനി ഇന്നൊരു ഭാഗത്താണ്, USA അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ MLS സ്കീമിലും USA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലണ്ടിൽ വെളിരാജ്യത്തിലായിരിക്കും ഇവൻ്റെ ഈ ഒരു കമ്പനിയൊക്കെ അവർ ഫോം ചെയ്തിട്ടുണ്ടാവുക. അത് ആൾറെഡി ഏതൊരു പ്രൊജക്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവൻ്റെ വിഷൻ ഇല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർലി 2025 ഇവൻ്റെ കോയിൻ ഇവർ എന്ത് ചെയ്തു, പാൻകേക്ക് സ്വാപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാർട്ടർലി ഫോർ 2000 അവർ കുറേ കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നു. Gcash, സെലോപേ, Bcash എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ഇല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും അവർ വളർത്തി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ VIP മെമ്പർഷിപ്പ് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാർട്ടർലി 2005 ഒക്ടോബർ ടു നവംബറിൽ അവർ മാസ്റ്റർ കാർഡ്, പേപ്പാൽ, ബാങ്കിങ് സിസ്റ്റമായിട്ട് ഇത് വിഡ്രോ ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഇവൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ 2026 ഒരു ഇതിലെടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് തന്നെ പറയുന്നത് ഓഫ്ലൈൻ മെർച്ചൻറ്റ് ഇൻറ്റഗ്രേഷൻ ആണ്. അപ്പോൾ എന്താണ് ഓഫ്ലൈൻ മെർച്ചൻറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഷോപ്പുകളിൽ ഈ ഒരു ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? ആണ്. പക്ഷേ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിലായോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ ക്വാർട്ടർലി 4 2020 അവർ പറഞ്ഞിട്ടുണ്ട് ആൾ ഇൻ വൺ സേറ എക്കോസിസ്റ്റം ആപ്പ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവൻ്റെ ഒരു ആപ്പിൽ ഇവർ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ എക്സ്പാൻഷൻ ടു യൂറോപ്യൻ മാർക്കറ്റിലേക്കും പുതിയൊരു എക്കോസിസ്റ്റം ലോഞ്ച് ചെയ്യാനും അവരെന്ത് ചെയ്യും, അതിൽ തയ്യാറെടുക്കും എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ 2027 അവൻ്റെ വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡെഫി സേവിങ് ആൻഡ് ലെൻഡിങ് പ്രോഗ്രാം നിങ്ങൾക്ക് എന്താണ് കടമായിട്ട് തരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടമായിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ ഇല്ലെങ്കിൽ പൈസ തരും എന്നുള്ളൊരു കാര്യം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 2027 ലാസ്റ്റ് ആകുമ്പോൾ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് വിത്ത് ഫിൻടെക് ആൻഡ് കൊമേഴ്സ് ലീഡേഴ്സ്, അതായത് സെക്കൻഡ് ആനിവേഴ്സറി മൈൽ സ്റ്റോൺ ടാർഗറ്റ് 1,00,000 യൂസേഴ്സ് ഇല്ലെങ്കിൽ അത്രത്തോളം മെർച്ചൻറ്റിലേക്ക് ഇവർ എന്ത് ചെയ്യും, ലോഞ്ച് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 2028 ടയർ 1 എക്സ്ചേഞ്ചുകളായിട്ടുള്ള ബിനാൻസ്, ഗേറ്റ്.io, ക്യൂകോയിൻ, OKX ലോഞ്ച് എന്നുള്ളതിലും അവരെന്ത് ചെയ്യും, ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2028 വേറൊരു ടയർ 1 എക്സ്ചേഞ്ചിലേക്ക് ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, CEXലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇവർ ഇതുവരെ ലിസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവൻ്റെ വൈറ്റ് പേപ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 2028 ഈ ഒരു ലാസ്റ്റ് ആകുമ്പോൾ ഗ്ലോബൽ മെർച്ചൻ്റ് അലയൻസും അതേപോലെ തന്നെ വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും, ഇല്ലെങ്കിൽ കൊണ്ടുവരും, ക്യാമ്പയിൻ നടത്തും എന്നുള്ളൊരു കാര്യം 2029 ഇവർ ബിനാൻസിൽ ഒഫീഷ്യലായിട്ട് ലിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബിഗിൻ ദ അപ്ലിക്കേഷൻ പ്രോസസ് ഫോർ ആണ് ടയർ എക്സ്ചേഞ്ച്. അപ്പോൾ ടയർ 1 എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഫണ്ടും അത്രത്തോളം ലിക്വിഡിറ്റിയൊക്കെ ആ ഒരു എക്സ്ചേഞ്ചിൽ മെയിൻ ചെയ്യാനും അവർ എക്സ്ചേഞ്ചിലേക്ക് കാശ് കൊടുക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റാതെയാണ് ഒരുപാട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഫെയിൽഡ് ആയിട്ട് ഇന്ന് ഈ ഒരു ടയർ 1 ആയിക്കോട്ടെ അല്ലെങ്കിൽ ടയർ 2 എക്സ്ചേഞ്ചുകൾ പോലും ലിസ്റ്റ് ചെയ്യാൻ പറ്റാതെയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള MLM സ്കീമിലൊക്കെ അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ്
ലിസ്റ്റ് ചെയ്യാൻ ഒരുപാട് റെഡ് ഫ്ലാഗ് ആണ് അങ്ങനെയുള്ള കമ്പനികൾ കൊടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് ഇത്രത്തോളം എക്സ്ചേഞ്ചുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ലാസ്റ്റ് 2030 കണ്ടിന്യൂസ് ദ ക്രിയേഷൻ ഓഫ് ന്യൂ എക്കോസിസ്റ്റം പ്ലാറ്റ്ഫോം, പുതിയൊരു യൂട്ടിലിറ്റി, അങ്ങനെയുള്ള ബ്രാൻഡ്, അതേപോലെ തന്നെ സ്ട്രോങ് ടോക്കൺ, ഹെൽത്തി മാർക്കറ്റ്. ഏതൊരു പ്രൊജക്റ്റും പറയുന്നത് പോലെ തന്നെ ലിമിറ്റഡ് ടോട്ടൽ സപ്ലൈ ആയിട്ട് 21 മില്യൺ സീറോ ടോക്കൺ നമ്മുടെ അവിടെ നിൽക്കും എന്നുള്ള വരും. അപ്പോൾ ഇവിടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത് ഇതിൻ്റെ ഒരു സപ്ലൈ തന്നെയാണ്. വളരെയധികം കുറവ് സപ്ലൈ തന്നെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ നമുക്ക് ഇനി എടുത്ത് നോക്കാം. അപ്പോൾ വാല്യൂ നോക്കുമ്പോൾ നമുക്കിവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ്, ഫസ്റ്റ് തൊട്ട് ഇത്രത്തോളം കാലം തൊട്ടിട്ട് നമ്മൾ ഇതിൽ എന്തൊക്കെ പ്രൈസാണ് ഉള്ളത്, ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചെറിയൊരു ഷോർട്ട് പീരീഡിൽ എടുത്ത് നോക്കരുത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ മന്ത്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലൊരു ഇതെടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 32.82 USDT ആണ്. അതായത് നമ്മുടെ അടുത്ത് 3200 സംതിങ് ഇല്ലെങ്കിൽ 3100 സംതിങ് വിലയാണ് ഈ ഒരു ടോക്കണുള്ളത്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ ഇല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, 6 മാസം മുമ്പ്, അതേപോലെ തന്നെ 15 ദിവസം മുമ്പാണ്. അപ്പോൾ ഈ ഒരു 6 മാസത്തിലുള്ള ഈ ഒരു കാര്യങ്ങളാണ്. ഈ ഒരു 6 മാസത്തിൽ ഈ ഒരു ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ആൾക്കാരിനാരും പറ്റിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടോക്കൺ സ്നിഫർ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 100% ടിക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഹണി പോട്ട് ഇല്ലെങ്കിൽ റെക് പുള്ള് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം അവർ പറഞ്ഞിട്ടുള്ള സ്കീം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ടോക്കണും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പിങ്ക് ലോക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഇല്ലാതായി പോയാൽ കൂടെ നിങ്ങളുടെ ഈ ഒരു ഓരോ ടോക്കൺ നിങ്ങൾ മേടിച്ചിട്ടുള്ള ടോക്കണൊക്കെ ഈ ഒരു പിങ്ക് ലോക്കിൽ ലോക്കായി കിടക്കും. നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി, അതേപോലെ തന്നെ ഇതിൻ്റെ പൈസ, അതേപോലെ തന്നെ കൂടുതൽ ഹോൾഡിങ്ങുള്ള ആൾക്കാർക്ക് ഇത് വലിക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ടോക്കണിൻ്റെ വാല്യൂ കുറയാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മാസത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ ചാർട്ട് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു വേരിയേഷനൊക്കെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒന്നില്ലെങ്കിൽ ഓണർ വാലറ്റിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കാം. ആ ഒരു രീതിയിൽ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ DXലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വിക്ക് ഇൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ബൈ ടാക്സ് 3% മാത്രമാണ്, സെൽ ടാക്സ് 3% ആണ്. ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും റെഡ് ഫ്ലാഗ് ഇല്ല. അപ്പോൾ ഞാനിവിടെ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ചാർട്ടിലേക്ക് വന്നിട്ട് ഇവിടെ മന്ത്ലി എടുക്കുമ്പോൾ ഇടയിൽ ഒരു താഴ്വുണ്ടെങ്കിലും ഇതിൻ്റെ വാല്യൂ കുറവാനുണ്ടെങ്കിലും കൂടുതലായിട്ട് വീണ്ടും ഇവിടെ ആൾക്കാരിനെ അവർ പ്രൊമോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ആൾക്കാരിനെ ഇതിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കയറ്റിയ കാരണമാണ് വീണ്ടും ഈ ഒരു പ്രൊജക്റ്റ് വീണ്ടും ഒരു ടോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോഴും MLM സ്കീമിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഇൻകം തരാമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് സ്റ്റോപ്പ് ആവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇവർക്കൊരു ഇൻകം കിട്ടണമെങ്കിൽ എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ കയറണം എന്നുള്ളൊരു യാഥാർത്ഥ്യം കിടക്കുന്നുണ്ട്. അപ്പോൾ ചാർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബൈ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്രത്തോളം ട്രേഡ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വേറൊരു അരേവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്ചേഞ്ചിൽ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കറക്റ്റ് ഈ ഒരു പേര് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ലെങ്ത് ആയിരിക്കും, ഫുള്ളായിട്ട് ആൾക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ടോപ്പ് ഹോൾഡേഴ്സ് എടുത്തെന്ന് പറഞ്ഞാൽ പിങ്ക് ലിങ്കിലൊക്കെ ഒരുപാട് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കൂടുതലായും പേടിക്കാനില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കൂടുതലായിട്ട് ഹോൾഡിംഗ് ഉള്ള ആൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ മാറ്റാനും നിങ്ങളെ പറ്റിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ആൾക്കാർ ചേരാതെ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പറ്റിച്ചിട്ട് പോകാനുള്ള സാധ്യതകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ആൾറെഡി ചേർന്നിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ മുമ്പ് തന്നെ ചേർന്നിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇടയിൽ ചേർന്നിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ ആ ഒരു ചെറിയൊരു വേരിയേഷനൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പൈസ കുറച്ച് പോയിട്ട് വീണ്ടും ഇപ്പോൾ കയറി വരുന്നുണ്ടാവും എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നല്ലതാണോ ഇല്ല എന്നല്ല, അവർ ഇതുവരെ നിങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് 6 മാസമൊക്കെ ഇല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇത്തിരി നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇത് എക്സ്ചേഞ്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആയി എന്ന് വേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിലൊന്നും ലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ 32. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പാണ്, എത്രത്തോളം അൺലോക്ക്ഡ് മാർക്കറ്റ് ക്യാപ്പാണ്, അതേപോലെ തന്നെ എത്രത്തോളം വോളിയം ആണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇതിന് എത്രത്തോളം ഇപ്പോൾ എന്താണ് വിലക്കുറവ് വന്നു. 18% FTV 1.01 ബില്യൺ ആണ്, ടോട്ടൽ സപ്ലൈ 27 മില്യൺ ആണ്, അതേപോലെ തന്നെ മാക്സിമം സപ്ലൈ 31 മില്യൺ ആണ് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ സെൽഫ് റിപ്പോർട്ടിംഗ് സർക്കുലേറ്റ് ഇപ്പോൾ കറൻ്റ്ലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 21 മില്യൺ മാത്രമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ
ചോദിക്കുന്നത് ബിറ്റ്ഗെറ്റ്, ബിനാൻസിലൊക്കെ ഇല്ലേ, എല്ലാത്തിലും ഓൺ ചെയിനിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓൺ ചെയിൻ? ഈ ഒരു DXലാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഈ ഒരു എക്സ്ചേഞ്ചുകളിലും ഓൺ ചെയിനിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓൺ ചെയിനിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഉത്തരവാദിത്വം ഒരിക്കലും ബിനാൻസോ ബിറ്റ്ഗെറ്റോ അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ എടുക്കില്ല. അപ്പോൾ ഇതിൽ ഏതിലൊക്കെ ചെയ്തു എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ ഇവർ ഒരു DXൽ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, പാൻ കേക്ക് സ്വാപ്പിൽ മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത്, ഇതുവരെയൊക്കെ നല്ലതാണ് പറഞ്ഞത്, എന്നാലും നിങ്ങൾ മനസ്സിൽ വെക്കുക, ഹൈലി പ്രോഫിറ്റ് തരുന്ന ഏതൊരു പ്രൊജക്റ്റും നമ്മളെ ലാസ്റ്റ് തീർച്ചയായിട്ടും പറ്റിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഫ്യൂച്ചറിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ Tier 1 Tier 2 എക്സ്ചേഞ്ചുകൾ വരിക, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതൊരു നല്ല പ്രൊജക്റ്റ് തന്നെയായിരിക്കാം. ഇനി ഞാനിവിടെ അടുത്ത് ചെയ്യുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഇതിൽ എങ്ങനെയാണ് കയറി ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ടോക്കൺ പോക്കറ്റ് എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ടോക്കൺ പോക്കറ്റിൽ നമുക്ക് ഈ അല്ലെങ്കിൽ പാൻ കേക്ക് സ്വാപ്പ് എന്ന് വെച്ചിട്ട് നമുക്കിത് വാങ്ങാനും ആക്കാനും എന്നുള്ള ഓപ്ഷനൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ ഈ ഒരു സേറ ടോക്കൺ ലോഗിനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരെ വാലറ്റിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈനിങ് എൻ്റെ വാലറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോക്കൺ ഒന്നും മേടിച്ചിട്ടില്ല, ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ സേറ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സേറ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്മീഷൻ ലിമിറ്റ് ഉണ്ട്, ഗ്രൂപ്പ് സെയിൽസ് ഉണ്ട്, ടോട്ടൽ സേറ നമ്മൾ ഇപ്പോൾ ഇൻകം ആയിട്ട് ഏൺ ചെയ്ത് അല്ലെങ്കിൽ USDT വാല്യൂ ആയിട്ട് ഇവിടെ ഏൺ ചെയ്തത്, അതുപോലെ തന്നെ പാസീവ് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മാച്ചിങ് ബോണസ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് USDT ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളല്ല, USDT ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ അവിടെ നിലനിൽക്കും. അതേപോലെ തന്നെ USDT ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ലോക്ക് സേറ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുന്നുണ്ട്. 30 ദിവസം, 90 ദിവസം, 120 ദിവസം, 150 ദിവസം, 360 ദിവസം, 720 ദിവസമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു 360 ദിവസമൊക്കെ അപ് ടു 3% ആണ് ഇപ്പം നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻകമായിട്ട് കിട്ടുന്നത്. അതൊക്കെ വളരെയധികം അധികമല്ലേ. എല്ലാ പ്രൊജക്റ്റിലും അതൊക്കെ നോക്കുമ്പോൾ റെഡ് ഫ്ലാഗ് മാത്രമാണ്. അപ്പോൾ എപ്പോഴായാലും ഇത് പറ്റിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൾറെഡി ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരു ലാഭം ഇപ്പോഴേക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ 6 മാസം എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതിൽ കോൺട്രിബ്യൂട്ടർ, അതേപോലെ തന്നെ ഇവിടെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെർച്ചൻറ്റ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫ്ലൈൻ ഞാൻ ആൾറെഡി പറഞ്ഞു, കടകൾക്കൊക്കെ ഇന്നൊരു ടൈമിലാകുമ്പോൾ അവർ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. മെർച്ചൻറ്റ് ഓൺലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന കാരണം അതൊക്കെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ Tier 1 എക്സ്ചേഞ്ച് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിൽ എത്തുമ്പോഴായിരിക്കും, ലിസ്റ്റ് ആകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പോവുക, നമ്മളെ സ്കാം ചെയ്യാൻ പോകാമെന്നാണ്, ഇല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഈ ഒരു Tier 1 എക്സ്ചേഞ്ചിൽ എത്തും, ഇല്ലെങ്കിൽ എന്താണ് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ബിറ്റ്ഗെറ്റ് ലിസ്റ്റ് ചെയ്യും എന്നുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് ഒരുപാട് വരികയാണ്. ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും പറ്റിച്ചിട്ട് പോകാനുള്ള ഒരു 99.9% ഇങ്ങനെയുള്ള കമ്പനികൾക്ക് പറ്റും എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ഓഫ്ലൈൻ്റെ മെർച്ചൻറ്റ് വന്നിട്ടുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ്റെ മെർച്ചൻറ്റ് ഇന്ത്യയിലും കുറച്ച് ഭാഗത്തൊക്കെ 5 മെർച്ചൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മേ ബി ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഈ സുൽത്താൻ ഹോട്ടലും ഐസോണും ബീറ്റ ടൂൾസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സേറ ടോക്കൺ ഇല്ലെങ്കിൽ ഇവൻ്റെ ഒരു രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതേപോലെ തന്നെ സേറ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഒരു സാധാരണ പ്ലാറ്റ്ഫോം ആണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രൊജക്റ്റ് വളരെയധികം ഹൈപ്പും നല്ല രീതിയിൽ പ്രൊമോഷനും ഇത്രത്തോളം ഇതിലൊക്കെ ലിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ ഇത്രത്തോളം വാല്യൂ എത്തുമെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ എന്തായാലും സ്കാം ചെയ്യും. പക്ഷേ ഇതുവരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലതും പറഞ്ഞിട്ടുണ്ട്, ചീത്തയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രിക്വേഷനാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഞാനിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ചെയ്യില്ല. എന്താണെന്ന് പറഞ്ഞാൽ MLM സ്കീം ഇങ്ങനെയുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രീഡം തരുന്നതും അതുപോലെ തന്നെ ഒരുപാട് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യുന്ന ഏതൊരു പ്രൊജക്റ്റിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കയറുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാനത് പണ്ട് തൊട്ടേ വിചാരിച്ചിട്ടുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഒരു ടോക്കൺ ഇപ്പോൾ വാല്യൂ കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവർ പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം ഒരുപാട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് പാൻകേക്ക് ഇല്ലെങ്കിൽ ടോൺ കീപ്പറിൽ വാങ്ങി ഈ ഒരു ടോൺ പോക്കറ്റിൽ വാങ്ങി വെച്ച് നിങ്ങൾക്ക് ഇവിടെ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ആയിട്ട് ഇവർ ഒരു ടോക്കൺ തരും. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഈ ഒരു പ്രൊജക്റ്റ് Tier 1 ഇല്ലെങ്കിൽ ഒരു ബിനാൻസ് അങ്ങനെയുള്ള ആ ഒരു ടൈമിലെത്തും. പിന്നെ അവർ അപ്ലിക്കേഷൻ കൊടുത്തു, ഇത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇത് സ്കാം ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിൽ ഒരു ടോക്കണിൻ്റെ വാല്യൂയും അതേപോലെ തന്നെ ഈ ഒരു ടോക്കൺ കൺസിസ്റ്റൻസി ആയിട്ട് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ
ആൾക്കാർ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് 6 മാസമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് ആൾക്കാർ ഇത് വീണ്ടും കയറുന്ന കാര്യം ഇവർ ഒരുപാട് പ്രൊമോഷനൊന്നും ഇപ്പോൾ എടുക്കാത്ത കാരണം തന്നെ നമുക്ക് എന്താണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലത് ചീത്ത എന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയാണ് നിങ്ങൾക്ക് എന്താ വെച്ച് തോന്നുന്നത് പറഞ്ഞാൽ പറയാം. അപ്പോൾ ഒരു നല്ല പ്രൊജക്റ്റ് ഇത്ര ആൾക്കാർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പറ്റിക്കാതെ ഇത്ര കാലം പിടിച്ച് നിന്നു എന്നുള്ളൊരു ബെനിഫിറ്റ് ഈ ഒരു പ്രൊജക്റ്റിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റ് ഇതേപറ്റി അറിയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. ഞാൻ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഒരു വീഡിയോ ആയി ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ചീത്തയാണെങ്കിൽ ചീത്തെന്ന് പറയാം. ഇത് MLM സ്കീമായ കാരണം മാത്രമാണ് നമുക്കൊരു പേടിയുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കമ്പനി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് പേഴ്സൻറ്റേജ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇതുവരെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് മണി ഏണിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മണി ഏണിംഗ് എന്ന് പറഞ്ഞാൽ പെർ ഡേ 200-300 എന്നുള്ള ഈ ഒരു ക്രിപ്റ്റോ രീതിയിൽ തന്നെ പറയുന്നതും അതേപോലെ തന്നെ എയർ ഡ്രോപ്പ്, ടെസ്റ്റ് നെറ്റ്, നിങ്ങൾക്ക് അറിയാത്ത പല പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളാണ്. മേ ബി ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. സാധാരണ ടാസ്കുകളും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണി ഏൺ ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലൊന്ന് മസ്റ്റ് ആയിട്ട് കയറുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.